ഓട്ടിച്ചാ അത് തുറന്നു നോക്കിയാ എന്താ ഉള്ളിൽ നോക്ക കാലം മുറിയുടെ വെച്ചിട്ട് വീങ്ങിയാകെ ഒരു വിധ തൂഫാനായിനെ. വെൽക്കം ബാക്ക് അഗൈൻ. ഷാമിലരിക്കോടാണ്. അപ്പോൾ നമ്മളിതാ ഇന്നത്തെ നമുക്ക് പരിപാടി വിലോ ഓട്ടിച്ചാ നമ്മളെ പെട്ടി ഇതാ ഗൾഫിന്നല്ല കേട്ടോ. എന്നിട്ട് വന്നാ പറമ്പാ ലഡാക്കിന്ന് വന്ന പെട്ടി പൊട്ടിച്ചാട്ടെ ഞങ്ങള്. ഇതാരാ അറിയോ? ഇത് ഫിലുമ്മ മിലുമ്മ അല്ലേ? എന്താ എൻ്റെ പേര്? ഐമ അതാ കേട്ടോ ഇവളെ പേര്. അപ്പോൾ ഇത് എൻ്റെ പെങ്ങളെ കുട്ടിയാണ്. അപ്പം ഞങ്ങളിതാ ഈ പെട്ടി പൊട്ടിക്കുകയാണ്. ഇത് നമ്മളെ ഗാരേജാണ്. ഗാരേജും കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പം ഈ പെട്ടി പൊട്ടിച്ചിട്ട് ഇതിൽ എങ്ങനെയാണ് അവർ സേഫായിട്ട് ഇത് പാക്ക് ചെയ്തിട്ടില്ലെന്നും അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യുന്ന കാഴ്ചകളാവും ഇന്നത്തെ വീഡിയോയിൽ. അപ്പം എന്തായാലും നമുക്ക് നമ്മളെ ഗാരേജും കാര്യങ്ങളും കാണാം കേട്ടോ. സെറ്റല്ലേ? സെറ്റ്. അപ്പോൾ ഇത് നമ്മളെ ചെറിയൊരു ഗ്യാരേജാണ്. വീടിൻ്റെ നേരെ മുന്നേ തന്നെ ഷട്ടറിട്ട റൂമുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ഗ്യാരേജാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെ വണ്ടി തന്നെയാണ് ഇവിടെ കാര്യമായിട്ടുണ്ടാവുള്ളൂ. പുറമെന്ന് ചെറിയ 1-2 വണ്ടികളൊക്കെ ഒന്ന് നന്നാക്കുക, അല്ലാതെ ഫുൾ ടൈം സർവീസിന് ഇരിക്കുകയില്ല. ഓല നന്നാക്കും. ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് രാത്രിയൊക്കെയാണ് നന്നാക്കൽ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഫാൻ്റെ നമ്മളെ ലഡാക്കിങ്ങാണ്. ഫസ്റ്റ് റൈഡ് ലഡാക്ക് അടിച്ചിട്ടുള്ള സൈക്കിളാണ് ഇട്ടത്. അപ്പം പോണതിന് മുന്നേ അതിൻ്റെ ചെയിനും കാര്യങ്ങളും പ്രിവ്യൂലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കുറച്ച് എയർ അടിച്ച് പൊടിയൊക്കെ ഒന്ന് തട്ടി ഒന്ന് പോളിഷ് ചെയ്ത് എടുത്തിട്ട് റൈഡ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ഫുള്ള് ടയറും കാര്യങ്ങളും ആകെ നിരത്തിയിട്ടേക്കാണ്. എന്തായാലും പണി തുടങ്ങല്ലേ? സെറ്റ് അടിച്ചാ അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടി പൊട്ടിച്ചാൽ തുടങ്ങി. അതിൻ്റെ മുന്നേ തന്നെ ഇവിടെ മാന്തി കയറിയാണ്ട്. അതെന്താ സംഭവം അറിയോ? നമ്മൾ അവിടുന്ന് ഫ്ലൈറ്റിലിൻ്റെ അല്ലെങ്കിൽ കാര്യങ്ങളും ടൂൾസൊന്നും കയറ്റാൻ പറ്റില്ല പറഞ്ഞപ്പം നമ്മളെ വിസ്താര ഫ്ലൈറ്റിൻ്റെ മാനേജർ പെട്ടി കൊണ്ടുവന്ന് അതിനൊരു ഓൾട്ടിൻ്റെ ടൂൾസൊക്കെ അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നതാണ് കേട്ടോ. മിലോ പൊട്ടിച്ചല്ലേ? അപ്പോൾ നമ്മളൊരു ബ്ലേഡ് എടുത്താണ് ഈ തലക്കെന്ന് ഇങ്ങനെ തുടങ്ങാം. അത് തുറന്നു നോക്കിയാൽ എന്താ ഉള്ളിൽ നോക്കുക. അപ്പോൾ മീലു ഇതാ പെട്ടി പൊട്ടിച്ചാണ്. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയാണ്. ലഡു ഒക്കെ ഉണ്ടാവും രസിക്കുകയാണ് അല്ലേ മീലോ? സൈക്കിളല്ല, ലഡൊന്നും ഇല്ലല്ലേ? അപ്പോൾ ഇതാ നമ്മൾ ഓരോന്നായിട്ട് നമുക്കിത് കാണാം. ഫസ്റ്റ് ഇതാ മിലോ മറച്ചിട്ടല്ലോ കേട്ടോ. ഇത് ആ ദിമക്കച്ചള സ്റ്റൂളുമക്കച്ചള. ഫസ്റ്റിൻ്റെ ഇത് ബാഗുണ്ട്. ഈ സൈഡിൽ നിന്ന് നോക്കാം. ഇവിടെ നമ്മളെ മറുകാട് സേഫാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സീറ്റ് ഇതാ കണ്ടോ ഫുള്ള് പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാ അവേ ഇവിടെ വെച്ചാളാം, ഇവിടെ അടിയിൽ വെച്ചാളാം. പിന്നെ ഇങ്ങനെ വരുമ്പോൾ എന്താ ഇവിടെ അല്ലേ ഇത് കണ്ടോ നമ്മളെ സ്റ്റെമ്മിന് സ്ക്രാച്ച് കൊടുങ്ങാക്കാൻ എന്താ അവിടെ കെട്ടുണ്ട്. പിന്നെ നമ്മളെ മറുകാട് ഫ്രണ്ട് മറുകാട് അവിടെ വെച്ചാൽ കേട്ടോ. പിന്നെ അതാ ബാക്ക് മറുകാട്. മറുകാടല്ല കേട്ടോ, ഫ്രണ്ട് കേരിയർ ബാക്ക് കേരിയർ ചെറിയൊരു പാളിച്ച വന്നാണ്. പിന്നെ ഇപ്പം ഇതിന്ന് എങ്ങനെ എടുക്കും? ഇത് മൊത്തത്തിൽ എടുക്കണം. നമുക്ക് അതിന് മുന്നേ നമ്മളെ ടൂൾസിൻ്റെ ബോക്സ് ഉണ്ട് എടുക്കാം. നമ്മളെ ടൂൾസ് കവർ ഇല്ലോ ഇതാ മഞ്ചമ്മക്കച്ചറ. അതേമാതിരി നമ്മൾ വാട്ടർ ബോട്ടിലിൻ്റെ ഹോൾഡർ. ബോട്ടിലൊക്കെ അതാകെ ചളിങ്ങീനല്ലോ. ആ മൂടി തുറന്നാളിങ്ങി കിട്ടുന്നുണ്ടോ? തുറന്ന് വെച്ചാളിച്ചോ. പിന്നെ അത് അടുത്ത ബോട്ടിൽ ഹോൾഡർ. പിന്നെ നമുക്കിത് പുറത്തെടുക്കാം അല്ലേ? ഇതിലോ ക്യാമറ പിടിച്ചൂലേ? ഇത് എടുക്കണം. അപ്പം ആരെയും പിടിച്ചണം. ഒരട്ടം പിടിച്ചോണ്ട് കേട്ടോ. 1 മിനിറ്റ് സെറ്റല്ലേ? അടിച്ചാ ചും. അപ്പേ മിലുമ്മയാണ് നമ്മളെ ക്യാമറ പിടിച്ചിരുന്നത്. അപ്പം നമുക്ക് പെട്ടി എടുക്കാം. കാണാണല്ലോ എന്താണ് കിട്ടാത്ത സെറ്റ് സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള പാർട്സുകൾ ഓരോന്ന് നോക്കാം. ഇവിടെ ഒരു പോളുണ്ട്, ഫ്രണ്ടത്തെ മറുകാടുണ്ട്. പിന്നെ അടക്ക് സെക്കൂട്ടല്ലേ നമ്മളെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഒരു ബോക്സ് ആക്കി തന്നിട്ടുണ്ട്.
ഇത് ഞാൻ ഹാപ്പിയാണ് കേട്ടോ, കാരണം സ്ക്രൂ ഒന്നും വീണ് പോകാതെക്കാൻ ചെറിയൊരു ബോക്സ് ആക്കി തന്നിട്ടുണ്ട്. പിന്നെതാ നമ്മളെ ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റബിൾ കമ്പി ഉണ്ട്, ബാക്കിയൊക്കെ സെറ്റാണ്. അപ്പം ഇനി നമുക്ക് ബോക്സ് ആണ് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം, സൈക്കിൾ റീസെറ്റിങ് തുടങ്ങാം കേട്ടോ. സെറ്റല്ലേ? സെറ്റ്. എത്ര പരിപാടി അത് പൊളിച്ചോ മിലുവേ സംഭവത്ത് മെല്ലെ മാന്തി പൊളിച്ചിനി. പൊളിച്ചെടുക്കൂ നോക്കാം നമുക്ക്. ഇവാ അപ്പോൾ സ്ക്രൂ സാധനങ്ങളൊക്കെ ഇവിടെ മിലു, സ്ക്രൂ ഒക്കെ ഇവിടെ. ഇതിലാകെ ക്വിക്ക് റിലീസും 2 പെഡലും ഉള്ളൂ. അല്ല സ്ക്രൂ ഒക്കെ പോയോ? എന്തായാലും നോക്കുക, സ്ക്രൂ ഇവിടുത്തൊക്കെ അയച്ചാണ്, എവിടെയൊക്കെ വെച്ചാണ് ഒരു ഐഡിയ ഇല്ല. കേബിളൊന്നും കാണാനില്ലല്ലോ. ഇത് എങ്ങനെ വെച്ചത് അറിയാം, എന്നെ കാണുന്നുണ്ടോ ഇതിൽ? ഇങ്ങനെ പിടിച്ചോ. അപ്പൊ ഈ ഒരു സാധനം വെച്ചോണ്ട് എന്തിനറിയോ, ഈ ഒരു പൗച്ച് ഇവിടെ ഇട്ടിട്ട്, അതായത് ഈ ഒരു എൻഡ് ക്യാപ്പ് ഇവിടെ ഇട്ടിട്ട്, ഈ ഒരു സാധനം, ഈ കറങ്ങണ സാധനം ഇവിടെ ഇട്ട് എന്ന് വെച്ചാൽ ഇവിടെ വെക്കുമ്പോൾ സ്ക്രാച്ച് ആവാതെക്കാനാണ് കേട്ടോ. നമുക്ക് അത് ഓരോന്നോരോന്നായിട്ട് ഊരാം. ഇതൊക്കെ ഇപ്പോൾ വേസ്റ്റ് ആണല്ലോ, നമുക്ക് വണ്ടിക്ക് വേണ്ടി സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കട്ടെ, വേസ്റ്റൊക്കെ കൊണ്ട് മാറ്റി വെക്കാം. ഓക്കെ, എന്നിട്ട് സ്ക്രാച്ച് ആവാതെക്കാൻ നമ്മളെ ഷോപ്പുകാരൻ സാധനങ്ങളൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും പൊളിച്ചു. ആയിക്കോട്ടെ. അപ്പം മിലുമ്മാക്കും പൊളിച്ചണം എന്നാ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇവിടെ മാത്രമേ നമുക്ക് പൊളിച്ചോ, ബാക്കിയൊക്കെ മിലുമ്മ പൊളിച്ചു. സെറ്റല്ലേ മിലു? അപ്പോൾ ബാക്കി മിലുമ്മ വിളിച്ചൂലേ? ബ്ലേഡ് അജിനച്ചിട്ട് വലിച്ചെടുത്തോ. അതിനുശേഷം ഇവിടെ ഇങ്ങനെ കറക്കുക. നമുക്ക് ഈ സ്ക്രൂ ഇവിടെ ബുദ്ധിമുട്ടാണ്, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, സ്ക്രൂ ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഇത് ഇതിൻ്റെ സ്ക്രൂ അറിയാം, നമ്മളെ ഫ്രണ്ടത്തെ മർഗാർഡിൻ്റെ സ്ക്രൂ ആണ്. ഫ്രണ്ട് മർഗാർഡ് നമുക്ക് വെക്കാണ്ട്, അപ്പം കുഴപ്പമില്ല. ഫ്രണ്ടത്തെ മർഗാർഡിൻ്റെ സ്ക്രൂ ആണ്, അപ്പോൾ ഫ്രണ്ട് മർഗാർഡ് നമുക്ക് വെക്കാം. അതിന് മുന്നേ ഈ ഒരു സംഗതി ഇവിടെ നിന്ന് ഒഴിവാക്കണം. അതിന് ശേഷം നമ്മൾ ടയർ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മർഗാർഡും നട്ടൊക്കെ വെക്കാം. അപ്പോൾ ഫ്രണ്ട് ടയർ സെറ്റായി. ഇനി നമുക്ക് അടുത്ത് പൊക്ക്. അടുത്തത് ഹാൻഡിൽ ബാറാണ്. ഹാൻഡിൽ ബാർ ഇതൊക്കെ പാടാകെ കറങ്ങി. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മളെ ബട്ടർഫ്ലൈ ഹാൻഡിൽ ബാർ റീസെറ്റ് ചെയ്യാണ്. അപ്പം നല്ല അടിപൊളി ഗ്രീസാലേ, ഫുള്ള് ഒലിച്ച് കട്ടൊടിച്ച് കിടക്കുന്നുണ്ട്.
ഹായ് ചങ്ങന്മാരെ, അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന അല്ല ലഡാക്കിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയൊക്കെ പൊട്ടിച്ചതാ. സൈക്കിൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ ആ സൈക്കിൾ മേലാണ് ഇരിക്കണേ. അപ്പോൾ നമ്മൾ മിലുമയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ ഫിലുമ അല്ല കേട്ടോ, ഫിലുമ എന്ന് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിനി. അപ്പോൾ മിലുമയൊക്കെ ഉണ്ടായിന് എൻ്റെ ഒപ്പം പെട്ടി പൊട്ടിച്ചാൽ. ഇപ്പോൾ 2 ദിവസമായി നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ പെട്ടി പൊട്ടിച്ചാൽ തുടങ്ങിയതിന് ശേഷം ഫിനിഷ് ചെയ്യണ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ മിലുമ നമ്മളെ പെട്ടിയൊക്കെ പൊട്ടിച്ച ഫസ്റ്റ് ദിവസം തന്നെ മിലുമ പോയി. മിലുമ പോയി. അത് കഴിഞ്ഞാണ്ട് അന്ന് ഞാൻ നമ്മളെ ആമസോൺ വ്യൂ പോയിൻറ്റിക്ക് ടെൻ്റ് അടിക്കാനൊക്കെ പോയി. അവിടുന്ന് വരുന്ന വരവിൽ വണ്ടിമെന്നൊക്കെ കൊഞ്ഞാടി കാലൊക്കെ ചെറുതായിട്ട് പണി കിട്ടി. ഇപ്പോൾ ഇതാ 2 ദിവസം ഫുള്ള് റെസ്റ്റ് തന്നെ. ഇങ്ങനത്തെ ജീവുണ്ട്. 2 ദിവസമായിട്ട് ഫുള്ള് റെസ്റ്റ് തന്നെ. ഞാൻ മുറി കാണിച്ചു തരാം കേട്ടോ. അടിപൊളി മുറിയാണ്. ഇവിടെയൊക്കെയാണ് കാലിന് മുറിയുടെ വെച്ചിട്ട് വീങ്ങിയാതൊരു വിധ തൂഫാനായിന്. അപ്പോൾ എന്താ ചെറിയ മുറിയൊക്കെയാണ്, പക്ഷെ കാല് ഫുള്ള് വീങ്ങി. 2 ദിവസമായിട്ട് ഫുള്ള് ബെഡ് റെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞു. കാലം അനക്കാൻ വയ്യ. ഇപ്പോൾ ഇതാ ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇതിന്മേ ആകെ പെറ്റൽ സെറ്റ് ചെയ്യാനോ 1-2 പണിയും കൂടി ഉള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ട് വന്ന് കാല് കുറച്ചാലും തൂക്കിയിട്ടിട്ടുള്ളൂ. നല്ല കടച്ചിലുണ്ട്. അപ്പം ഞാൻ മിഞ്ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ടത് ഇനി ഇപ്പം മിലുമാൻ്റെ അതേമാതിരി ഒരു കുട്ടി ഇതായിരുന്നു. അപ്പോൾ ഞാൻ മിഞ്ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ടത് ഇനി. അപ്പോൾ അത് നടന്നില്ല. ഇനിയിപ്പോൾ 1-ാം തീയതി ജോയിൻ ചെയ്യണം. അപ്പോൾ അപ്പോഴത്തേന് പണിയൊക്കെ തീരണം. അപ്പോൾ ഇന്നെന്തായാലും ഇപ്പോൾ 3 ദിവസമായാലും നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഫിനിഷ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ട് നിങ്ങളെ മുന്നേക്ക് നമ്മളെ പെട്ടി പൊട്ടിക്കൽ ഗൾഫ് പെട്ടി പൊട്ടിക്കുന്ന പരിപാടി നിങ്ങളെ മുന്നേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും 1-ാം തീയതി ഡ്യൂട്ടിക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് കാലൊക്കെ മാറിയതിന് ശേഷം നമുക്ക് മോർണിംഗ് റൈഡൊക്കെ ഇറങ്ങി കുറേ ഏരിയകളൊക്കെ കവർ ചെയ്യാണ്ട്. ആമസോൺ വ്യൂ പോയിൻറ്റ് ഞാൻ ആ പോയിൻ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ അന്ന് നല്ല അടിപൊളി ക്ലൗഡായിരുന്നു. അപ്പോൾ നമ്മുടെ ടീമിനൊക്കെ അയച്ച് നമുക്ക് ഇൻഷാല്ലാ മറ്റന്നാൾ പോകണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത യാത്രാ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.